പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 മാത്തമാറ്റിക്സിന്റെ 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻ ദ ഫിഗർ ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ പാർട്സ്. ഈ തന്നിരിക്കുന്ന സർക്കിൾ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ ഷെയ്ഡഡ് പാർട്ട്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ മൊത്തം എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? 3 ഈക്വൽ പാർട്സ് ആണുള്ളത്. അതിൽ ഒരു ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ഫ്രാക്ഷൻ എഴുതണം? 1/3 പാർട്ട് എന്ന് എഴുതണം. ഓക്കെ, ഇതാണ് ഉത്തരം. ഈ ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്ടാങ്കിൾ as shown below and shade its 3/8 പാർട്ട്. 3/8 പാർട്ട് ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 8ൽ 3 സ്ക്വയേഴ്സ് നിങ്ങൾ കളർ ചെയ്യണം. 8ൽ 3 ഭാഗം നിങ്ങൾ ഇതിനെ ഷെയ്ഡ് ചെയ്യണം. ഇതാണ്, ഇങ്ങനെയാണ് വരച്ചിട്ട് ചെയ്യേണ്ടത്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് അനദർ ഫ്രാക്ഷൻ ഈക്വൽ ടു 1/8. 1/8ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2/16 അല്ലേ? 2/16. 2/16 2ൻ്റെ ടേബിളിൽ 1 × 2 2, 8 × 2 60 അല്ലേ? 1/8 കിട്ടും. അപ്പോൾ 2/16 ആണ് ഉത്തരം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പിക്ചേഴ്സ് 1/4 പാർട്ട് ഈസ് ഷെയ്ഡഡ്. ഈ താഴെ കാണിച്ചിരിക്കുന്നതിൽ 1/4 പാർട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലോക്ക് ഷോ 3 ഡിഫറെന്റ് ടൈംസ് ഇൻ ദ മോർണിംഗ്. ഇഫ് വി അറേഞ്ച് ദീസ് ക്ലോക്സ് അക്കോർഡിംഗ് ടു ടൈം, വിച്ച് ക്ലോക്ക് വിൽ കം ലാസ്റ്റ്? ഇവിടെ 3 ക്ലോക്കുകൾ തന്നിട്ടുണ്ട് ഡിഫറെന്റ് ടൈംസിന്റെ, രാവിലത്തെ ഡിഫറെന്റ് ടൈംസിൽ അല്ലേ? അതിന് നമ്മൾ ടൈമിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിച്ച് ക്ലോക്ക് വിൽ കം ലാസ്റ്റ്? ലാസ്റ്റ് വരുന്ന ക്ലോക്ക് ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ്. ഫിഗർ 2 ആണ് ലാസ്റ്റ് വരുന്ന ക്ലോക്ക് എന്ന് പറയുന്നത്. രാവിലത്തെ ടൈമാണ് കേട്ടോ. ഏതാണ് ലാസ്റ്റ് വരുന്നത്? ഫിഗർ 2 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്ലോക്ക്? ഫസ്റ്റും തേർഡ് ക്ലോക്കും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എത്രയാണ്? 1 ഹവറും 30 മിനിറ്റും. 1 ഹവറും 30 മിനിറ്റും, അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറാണ് ടൈം ഡിഫറൻസ് ഉള്ളത്. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. 150 മിനിറ്റ്. 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഹവറും 30 മിനിറ്റും ആണ്. അപ്പം നിങ്ങൾക്ക് അവേഴ്സിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? 2.5 മണിക്കൂർ എന്ന് എഴുതാം. 2.5 മണിക്കൂർ അല്ലേ? 2 ഹവേഴ്സും 30 മിനിറ്റും. ഇനി 8 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? 400 സെക്കൻഡിലേക്ക് ആക്കേണ്ടത് 480 സെക്കൻഡ്. 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 480 സെക്കൻഡ്. ഇനി എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എ റീസൺ ഈസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് 1 hour is 16 × 60 സെക്കൻഡ്. റീസൺ 1 hour is 60 minute, 1 minute is 60 സെക്കൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറഞ്ഞിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെന്റും റീസണെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. കാരണം ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റും ഈ റീസണും താഴെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ല, 1 hour എന്ന് പറയുന്നത് എത്രയാണ്? 16 × 60 സെക്കൻഡ് ആണ്. അപ്പോൾ 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 450 കിട്ടിയില്ലേ? അപ്പോൾ അതുപോലെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റും റീസൺ എന്ന് പറയുന്നത് 1 hour എന്ന് പറയുന്നത് 60 × 60 സെക്കൻഡ് കേട്ടോ. മിനിറ്റ് അല്ല, ഇവിടെ മിനിറ്റിൻ്റെ ആണ് നോക്കുന്നത്. മിനിറ്റ് എത്ര സെക്കൻഡ് ആക്കാൻ മാറ്റാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനു ആൻഡ് ഹെർ ഫാദർ ലെഫ്റ്റ് ഹോം അറ്റ് 8:30 AM ആൻഡ് റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് 10:45 AM. അല്ലേ? അനുവും അവളുടെ ഫാദറും വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമാണ് 8:30 എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ടൈമാണ് എന്തെന്ന് പറയുന്നത്? 10:45 എന്ന് പറയുന്നത്. ഹൗ മച്ച് ടൈം ഡിഡ് ദേ ടേക്കൺ ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹോം? അവരുടെ ഹോമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ എടുത്ത ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഹവേഴ്സും 15 മിനിറ്റ്സും ആണ്. 2 ഹവേഴ്സും 15 മിനിറ്റ്സും, അതായത് 2.25 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. 1/4 മണിക്കൂർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 hours 15 minutes എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, they boarded the train at 11 a.m. and reached Tirunelveli at 12:30 that night. If so, what is the time taken for the train journey? ആ ട്രെയിൻ ജേർണിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടിയിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത്, ടോട്ടൽ ടൈം ആ ട്രെയിൻ ജേർണിയുടെ എത്ര ടൈം ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. 11 AM to എത്രയാണ് 12:30 നൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം ആ ട്രെയിൻ ജേർണിക്ക് വേണ്ടി വന്നിരുന്ന ടൈം എന്ന് പറയുന്നത് 13 hours 30 minutes ആണ്. അതായത് 13.5 മണിക്കൂറാണ് എടുത്തത്. എത്രയാണ്? 13.5 മണിക്കൂർ. 13 1/2 hours എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. 13.5 മണിക്കൂർ എടുത്തു ട്രെയിൻ ജേർണിക്ക്. ഹൗ ലോങ് ഡിഡ് ദേ ടേക്ക് ടു റീച്ച് തിരുവനന്തപുരം ഫ്രം ഹോം? ഹോമിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്താൻ അവർ എത്ര ടൈം എടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ എടുത്തത് 2 hours 15 minutes ആണ് അല്ലേ. അപ്പോൾ 2 hours 15 പ്ലസ് പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്താൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 13 hours 30 minutes ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 15 hours 15 മണിക്കൂറും പിന്നെ 45 minutes. 15 hours 45 minutes. അതായത് 15.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അതാണ് ഉത്തരം. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു 2 1/4 hours? 2 1/4 ഹവേഴ്സിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്ന് ഓപ്ഷൻ ബി 135 minutes ആണ്. സി ഈ ക്വസ്റ്റ്യൻ, അനു റീച്ച് ദ എക്സാമിനേഷൻ ഹോൾ അറ്റ് 1:20. ഷി ലെഫ്റ്റ് ദ ഹോൾ ആഫ്റ്റർ 2 hours and 25 minutes. ടിൽ വാട്ട് ടൈം അനു വാസ് ഇൻ ദ എക്സാമിനേഷൻ ഹോൾ? അവർ 1:20 എക്സാം ഹോളിലെത്തി. 2 hours 25 minutes അവള് ഹോളിൽ ഉണ്ടായിരുന്നു. അതായത് അവള് അവിടെ നിന്ന് 2 മണിക്കൂർ 25 മിനിറ്റിന് ശേഷമാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ടിൽ വാട്ട് ടൈം അനു വാസ് ഇൻ ദ എക്സാമിനേഷൻ ഹോൾ. അപ്പോൾ എക്സാമിനേഷൻ ഹോളിൽ അവൾ എത്ര ടൈം ഉണ്ടായിരുന്നു? എത്രയാണ്? എപ്പോഴാണ്? ടിൽ വാട്ട് ടൈം അനു വാസ് ഇൻ ദ എക്സാമിനേഷൻ ഹോള്? ഇറങ്ങുമ്പോഴുള്ള ടൈം എത്രയാണ്? 3:45 ആണ്. അതായത് 3:45 വരെ ഉണ്ടായിരുന്നു അല്ലേ. അവളെ എക്സാമിനേഷൻ ഹോളിൽ 3:45 വരെ ഉണ്ടായിരുന്നു. 3:45. 1:20 to 2 hours and 25 minutes ആണ്. അപ്പോൾ 3:45 വരെ ഉണ്ടായിരുന്നു. അതായത് ഇത് രണ്ടും പ്ലസ് ചെയ്താൽ മതി. ഓക്കെ. അതായത് 120 പ്ലസ് 225. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കണ്ടോ? 3:45. ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 23 pens are packed in packets of 4 each, how many packets of pen will be there? How many pen will be the left? എന്താ ചോദിച്ചിരിക്കുന്നത്? 23 പേനയുണ്ട്. 23 പേനയെ 4 പേനകൾ വെച്ചിട്ട് ഒരു പാക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 4 പേന വെച്ചിട്ട് ഒരു പാക്കറ്റിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് പെൻ വിൽ ബി ദെയർ? അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് പേന ഉണ്ടാവും? ഹൗ മെനി പെൻ വിൽ ബി ലെഫ്റ്റ്? പാക്കറ്റ് ചെയ്ത ശേഷം ബാക്കി എത്ര പേന ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 into 4 ആണ് എത്ര? 20 എന്ന് പറയുന്നത് അല്ലേ. 5 into 4. അപ്പം 20 പേനകൾ. അപ്പം 4 വെച്ചിട്ട് നമുക്ക് 5 പാക്കറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പം എത്ര പാക്കറ്റ് ഉണ്ടാവും? 5 പാക്കറ്റുകൾ. 20 ആയിട്ടുണ്ട്. ബാക്കി എത്ര ബാലൻസ് ഉണ്ട്? 3 ആണ് ബാലൻസ് ഉള്ളത്. ബാക്കി 3 ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഹൗ മെനി പാക്കറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ 5 പാക്കറ്റ്. ഈക്വലായിട്ട് നമുക്ക് 5 പാക്കറ്റിൽ നിൽക്കാൻ പറ്റും. ബാക്കി എത്രയാണുള്ളത്? 1 പേനയാണ് ലെഫ്റ്റ് എന്നുള്ളത്. റൈറ്റ് അനദർ ഫ്രാക്ഷണൽ ഫോം ഓഫ് 1 3/4. 1 3/4ന് വേറൊരു ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, 1 3/4 ആണ്. അപ്പോൾ 1 into 4 4. 4ൻ്റെ കൂടെ 3 കൂട്ടുക. അപ്പോൾ 4ൻ്റെ കൂടെ 3 ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 7 അല്ലേ. 7/4 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് അവിടെ എഴുതേണ്ടത്? 7/4 എന്ന് എഴുതണം. ഇനി സി, സം ഫ്രാക്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ഫസ്റ്റ് കോളം ആൻഡ് ദെയർ അനദർ ഫോം ഇൻ ദ സെക്കൻഡ് കോളം. ഈ ഫസ്റ്റും സെക്കൻഡും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയണത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എ എന്ന് പറയുന്നത് 3, ബി എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് 2. നമ്മൾ
ഇതാണ് എഴുതേണ്ടത്. സി ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഡി ക്വസ്റ്റ്യൻ 5 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 4 ബോട്ടിൽ. 5 ലിറ്റർ മിൽക്ക് 4 ബോട്ടിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ദെയർ ഇൻ എ ബോട്ടിൽ? അപ്പോൾ ഓരോ ബോട്ടിലും എത്ര ഇതുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഉണ്ടാവും? 1 ലിറ്റർ. 1 ലിറ്റർ മിൽക്കാണ് ഓരോന്നിലും ഉണ്ടാവുക. അല്ലെങ്കിൽ 5/4 എന്ന് എഴുതിയാലും കറക്റ്റാണ്. 10 × 7 70 അല്ലേ? 84 നിന്ന് 70 മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് 2 × 7 എത്രയാണ്? 14. 2 × 7 14. അപ്പോൾ 14 40 മൈനസ് ചെയ്താൽ 0 അല്ലേ? അപ്പോൾ 84/7 എന്ന് പറയുന്നത് 10 + 2 12 അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ 17, ഇവിടെ 14, ഇവിടെ 2, ഇവിടെ 12 ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു. 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൈറ്റ് ഓഫ് മീനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ. മീനുവിൻ്റെയും അവളുടെ ഫ്രണ്ട്സിൻ്റെയും ഹൈറ്റുകളാണ് തന്നിരിക്കുന്നത്. മീനു 150 സെൻറ്റിമീറ്റർ ആണ്. ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 150/1000 മീറ്റേഴ്സ് എന്ന് എഴുതി. ഡെസിമൽ ഫോമിൽ നമ്മൾ പോയിന്റ് ഇട്ട് എഴുതാം. അപ്പോൾ 1.50 മീറ്റേഴ്സ് എന്ന് എഴുതാം. ഗോപു 147 ആണ് സെൻറ്റിമീറ്റർ. അപ്പോൾ 147 മുകളിൽ എഴുതുക. ബൈ എത്ര എഴുതണം? 100 എന്ന് എഴുതുക. 1.47 മീറ്റർ എന്ന് കിട്ടി. ബെന്നിയുടെ ഹൈറ്റും ഫ്രാക്ഷൻ ഫോമും നമുക്ക് തന്നിട്ടില്ല, പക്ഷേ 1.25 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? 125/100 എന്ന് എഴുതും. ഇവിടെ അപ്പോൾ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ എന്ന് എഴുതും? 125 സെൻറ്റിമീറ്റർ. 125 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. ഇനി ബി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് 17 സെൻറ്റിമീറ്റർ? 17 സെൻറ്റിമീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 17/100 സെൻറ്റിമീറ്റർ, 17/100 മീറ്റേഴ്സ്, 1.7 മീറ്റേഴ്സ്, 0.17 മീറ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ട് എഴുതും. ഇനി 4ാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 1 മീറ്റർ 46 സെൻറ്റിമീറ്റർ 3 millimeter ഇൻ ഫ്രാക്ഷണൽ ആൻഡ് ഡെസിമൽ ഫോം ഇൻ മീറ്റേഴ്സ്. ഇത് ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രാക്ഷണൽ ഫോമിൽ ആദ്യം എഴുതുമ്പോൾ 1,4,6,3 ഇവിടെ 3 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ താഴെ 3 zeros എണ്ണം. അപ്പോൾ ഫ്രാക്ഷൻ ഫോം എഴുതി. ഇനി ഡെസിമൽ ഫോം എങ്ങനെ എഴുതും? 1 പോയിന്റ് ഇവിടെ 3 0 ഉള്ളതുകൊണ്ട് ബാക്കിൽ നിന്ന് 3 സംഖ്യ മാറ്റിയിട്ട് വേണം ഇടാൻ. 1.463. ഇതാണ് ഡെസിമൽ ഫോം, ഇതാണ് ഫ്രാക്ഷൻ ഫോം. 1 ഇവിടെ എഴുതണം കേട്ടോ. 1,463/1000. 463/1000. ഇനി റൈറ്റ് ദിസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റർ. സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 146 സെൻറ്റിമീറ്ററും 146 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും. 146 സെൻറ്റിമീറ്ററും 146 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും. ഇനി സി ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 1.46 മീറ്റേഴ്സ്? 1.46 മീറ്റേഴ്സിൻ്റെ ഫ്രാക്ഷൻ ഫോം. മുകളിൽ 46 ആണ് ഉള്ളത്. അപ്പോൾ 2 0 ഉള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഏതാണ്? എ ആണ്. ഓപ്ഷൻ എ ആണ്. 146/100 മീറ്റേഴ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഡി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1 മീറ്റർ ആൻഡ് 50 ഓഫ് 100 പാർട്സ് ഓഫ് എ മീറ്റർ ഇൻ മീറ്റേഴ്സ്. എങ്ങനെ എഴുതാം? ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.100 ആണ്. അപ്പോൾ 2 സംഖ്യ മാറ്റിയിട്ട് അപ്പോൾ 50. 1.50 മീറ്റർ. ഇങ്ങനെയാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 17 മീറ്റർ. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇൻ സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 17 സെൻറ്റിമീറ്റർ ആണ്.
അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് സെൻറ്റിമീറ്ററിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സെൻറ്റിമീറ്ററിലേക്ക് എഴുതാം? 17 എത്രയാണ്? എത്ര സൈഡ് ഉണ്ട് സ്ക്വയറിന്? 4 സൈഡാണുള്ളത്. അപ്പോൾ 17/4 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഇഫ് 21 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 people, 21 ലിറ്റർ പാല് 5 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വുഡ് ഈച്ച് പേഴ്സൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര വച്ചിട്ട് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം 21/5 അല്ലേ? 21/5 ലിറ്ററിന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ ചുരുക്കിയിട്ട് 1/5 അല്ലേ? 5 × 4 20, 20 + 1 21, 21/5 എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതോ ഇല്ലെങ്കിൽ ഇതോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാം. ഈ സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് 2 1/2 മീറ്റേഴ്സ്? 2 1/2 മീറ്റേഴ്സിന് ഈക്വൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2 മീറ്ററും ഹാഫ് ഓഫ് 1 മീറ്ററും. ഹാഫ് ഓഫ് 1 മീറ്റർ, 1 മീറ്ററിൻ്റെ ഹാഫും 2 മീറ്ററും. ഇനി ഡി ക്വസ്റ്റ്യൻ, ഡു ഗെറ്റ് 3/4 part of a cake. One of how many parts should be taken if 3 such cakes are divided? To get 3/4 part of a cake, 3/4 part of cake കിട്ടണമെങ്കിൽ 1 of how many parts should be taken if 3 such cakes are divided? എത്രയും? അപ്പോൾ അത് 4 ഭാഗിച്ചിട്ട് അതിൽ 1 എടുക്കണം. 4 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 1 എടുക്കണം. അപ്പോൾ കറക്റ്റ് ആവും. 4 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 1 എടുക്കുക. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, 25 × 14 = 350 അല്ലേ? 25 × 14 = 350. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 25 × 15? 25 × 15 ഈക്വൽ എന്ന് പറഞ്ഞത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 350 + 25 ആണ്. 350 + 25 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഇഫ് 1116 pens are packed in pack of 12 each, how many packets of pen will be there? 1116 പേന പാക്ക് ചെയ്യുന്നു. ഇൻ പാക്കറ്റ്സ് ഓഫ് 12 each. ഓരോന്നിലും 12 പേന വെച്ചിട്ട് അങ്ങനെ 1116 പേനകൾ പാക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് പെൻ വിൽ ബി ദെയർ? എത്ര പാക്കറ്റ് പേന ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 1116 / 2 ചെയ്താൽ മതി. അല്ല 12 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 93 എന്ന് ഉത്തരം കിട്ടും. എത്ര കിട്ടുക? 93 എന്ന് ഉത്തരം കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് 84/7 ബൈ റൈറ്റിംഗ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 10 × 7 70. ഇവിടെ 10 × 7 70. പിന്നെ നമുക്ക് എന്താണ്